ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വാശി പിടിച്ചിരിക്കുന്നത് എന്തിനായിരിക്കും? അങ്ങനെയൊക്കെ ഞാൻ വാശി പിടിക്കാറുണ്ടോ ദൈവമേ? എനിക്ക് വാശി പിടിച്ചിട്ട് എനിക്ക് ഇന്നത് വേണം. ചില ഇവൻറ്റ്സ് ഇപ്പം ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം എൻ്റെ കല്യാണം, എൻ്റെ അനിയൻ്റെ കല്യാണം, എൻ്റെ അനിയത്തിയുടെ കല്യാണം, ഇങ്ങനത്തെ വളരെ പേഴ്സണലായിട്ടുള്ള ചില ഇവൻറ്റ്സിന് ഞാൻ നേതൃത്വം കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ദെൽ ബി എ ബേസിക് പ്ലാൻ. ദെൽ ബി ഇത് ഫുൾ എഴുതി ഇന്നാൾ ഇന്നത് ചെയ്യണം. അപ്പോൾ എൻ്റെ കല്യാണത്തിന് വരുന്ന ഗസ്റ്റുകൾക്ക് ഒരു സ്പെഷ്യലായിട്ടുള്ള ഓരോരുത്തർക്കും ഒരു ഗിഫ്റ്റ്, അപ്പം ഞാൻ തന്നെ ചെയ്തതാണ് ഇതൊക്കെ. അപ്പോൾ ഇന്ന ആളായിരിക്കും അത് കൊടുക്കുക, ഇന്ന ഫോൺ നമ്പർ ഇന്ന ആൾക്കാർക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ഇങ്ങനത്തെ ഫുൾ കാര്യങ്ങൾ ഞാൻ ബേസിക്കലി സെറ്റ് ചെയ്ത് വെക്കും. പിന്നെ പ്ലേ ചെയ്യേണ്ട വീഡിയോ അങ്ങനത്തെ. അപ്പം അതിൻ്റെ അകത്തുനിന്ന് ആരെങ്കിലും ഉഴപ്പിയാൽ ചീത്ത കൊള്ളും, നല്ല ചീത്ത കൊള്ളും. ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് പെർഫെക്റ്റ് ആയിട്ട് പോകണം എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. അതിപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു ഇവന്റ് ആണെങ്കിലും അതെ. അപ്പം എപ്പോഴും ചീത്ത കൊള്ളുന്നത് എൻ്റെ അനിയത്തിയായിരിക്കും. അവളാണ് എൻ്റെ അസിസ്റ്റന്റ്. അപ്പം ഞാൻ ടുട്ടുവിനെ എപ്പോഴും ചീത്ത പറയും. അപ്പം ഒരു ദിവസം അനിയത്തിൻ്റെ കല്യാണത്തിന് ഇതേമാതിരി എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് ഞാനിങ്ങനെ ഓക്കെ ഇത് ചെയ്യണം അത് ചെയ്യണം ടുട്ടു. എന്നിട്ട് ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് ടുട്ടു ഹലോ, അവൾ മറ്റേ വെഡ്ഡിങ് ഡ്രസ്സിലൊക്കെ മുന്നിൽ വന്ന് അവൾ എൻ്റെ അടുത്ത് ഹലോ, ഇന്ന് എൻ്റെ കല്യാണമാണ്, ഇന്ന് ഞാൻ സൈറ്റിൻ്റെ അസിസ്റ്റന്റ് അല്ല, അതുകൊണ്ട് ഇന്ന് എന്നെ ചീത്ത വിളിക്കരുത് അങ്ങനെ.